നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, മേൽപ്പത്തൂർ നാരായണ ഭട്ടവാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ഹിരണ്യാക്ഷവധവും ഭൂദേവി മോചനവും എന്ന 13-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. ഗതോന്മർത്തേ തസ്മിൻസ്തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാദ് ഭൂമൗ ഝടിതി പതിതായാമഹഃ ഭോഃ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോ രുരുചിഷേ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ഗതോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം ദിദിഭുവഃ ഗദാഘാതാദ് ഭൂമൗ ഝടിതി പതിതായാം അഹഃ ഭോഃ മൃദുസ്മേരാസ്യഃ ത്വം ധനുജകുലനിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനഃ രുരുചിഷേ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. തസ്മിൻ ഗതോന്മർദ്ദേ തവ ഗദായാം ഖലു ദിദിഭുവഃ ഗദാഘാതാദ് അഹഃ ഝടിതി ഭൂമൗ നിപതിതായാം സത്യാം ഭോ ത്വം മൃദുസ്മേരാസ്യഃ ധനുജകുലനിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനഃ രുരുചിഷേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം നാം ചർച്ച ചെയ്യുന്നു. ശ്രദ്ധിക്കുക. ആ ഗദായുദ്ധമധ്യത്തിൽ അസുരൻ്റെ ശക്തമായ ഗദാപ്രഹരമേറ്റ് അങ്ങയുടെ ഗദ പെട്ടെന്ന് താഴെ വീണപ്പോൾ മന്ദസ്മിതം ചൊരിയുന്ന മുഖത്തോടുകൂടി അങ്ങ് അസുര വംശോന്മൂലനത്തിന് പ്രസിദ്ധമായ തൻ്റെ ആ സുദർശന ചക്രം കയ്യിലെടുത്ത് പ്രശോഭിച്ചു. ഭോ ഭഗവാൻ, എന്തൊരാശ്ചര്യമാണ് സംഭവിച്ചത്. നമസ്തേ.